പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇവിടെയാണ്, പ്രത്യേകിച്ച് നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇവിടെയാണ് സൗദിയുടെ പാസ്പോർട്ട് എമിഗ്രേഷൻ സെക്ഷൻ. ഇവിടെ നിന്ന് അതിർത്തി പങ്കിടുമ്പോൾ നമ്മുടെ പാസ്പോർട്ട് എമിഗ്രേഷൻ കസ്റ്റംസ് ക്ലിയറൻസ് എല്ലാം നടക്കുന്നത് ഈ ദ്വീപ് പോലെ സൃഷ്ടിച്ചിരിക്കുന്ന കടലിൻ്റെ സെൻട്രൽ ഭാഗം. ഇവിടെയാണ് രണ്ട് രാജ്യങ്ങളുടെയും അതിർത്തി പങ്കിടുന്നതും. ഇവിടെയാണ് ഇവിടുത്തെ പാസ്പോർട്ട് എമിഗ്രേഷൻ കസ്റ്റംസ് ക്ലിയറൻസ് എല്ലാം നടക്കുന്നത്. അതേപോലെ തന്നെ ഇതിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതൊരു നല്ലൊരു കാര്യമെന്ന് പറഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർക്ക് ഇവിടെ വന്ന് നിന്നുകൊണ്ട് ഇതിൻ്റെ പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ നിന്ന് അപ്പുറത്ത് പോകാൻ പറ്റാത്തവർക്ക് ഇതുവരെ വന്ന് ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് മടങ്ങിപ്പോകാൻ പറ്റും. അതേപോലെ തന്നെ ബഹ്റൈനിൽ നിന്ന് വരുന്നവർക്ക് അതിൻ്റെ ബഹ്റൈനിൻ്റെ കസ്റ്റംസിന് മുമ്പേ അവിടെ വന്ന് കാഴ്ചകളെല്ലാം കണ്ട് മടങ്ങി പോകാൻ പറ്റും. എന്തായിരുന്നാലും നമ്മളെല്ലാവരും ഇവിടെ ഇതേപോലെയുള്ള കാഴ്ചകൾ കാണുവാനായിട്ട് ബഹ്റൈനും അതേപോലെ തന്നെ സൗദിയും അതിർത്തി പങ്കിടുന്ന ഈ മനോഹര കാഴ്ചകളാണ് നമ്മളെല്ലാവരും വരാറുണ്ട്. നമ്മളിവിടെ യൂട്ടി അടിച്ച് ഇവിടെ കിടന്നു. കടലിൻ്റെ മനോഹര കാഴ്ച തന്നെ അല്ലേ. എന്നാലും ബഹ്റൈൻ ഇവർ ഇത്രയും കാര്യം ഇപ്പം നികത്തി അവരങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ കുറച്ച് കഴിയുമ്പോൾ ഇവരെന്തായിരുന്നാലും ഈ കടൽപ്പാലമെല്ലാം ഇല്ലാതെ തന്നെ രാജ്യങ്ങൾ തമ്മിൽ ജോയിൻ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ ഇന്ന് കടൽ നികത്തി വരുന്നത്. ഇതിപ്പോൾ ഒരുപാട് നികത്തി, നേരത്തെ ഒരുപാട് എനിക്ക് തോന്നുന്നു കടലുമായി ഒരുപാട് അകലം ഈ ബിൽഡിങ്ങുകളെല്ലാം ഒരുപാട് വന്നിരിക്കുന്ന ഇത് കടൽ നികത്തി വന്നതൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ ദുബായിലും അതേപോലെ തന്നെ, ദുബായിലും ഒരുപാട് കടൽ നികത്തി വന്നിട്ടുണ്ട്. എന്നാലും ഇതെല്ലാം കടൽ നികത്തി വന്നിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു സൗദി അറേബ്യയുടെ കുറേ ഭാഗത്തേക്ക് അങ്ങോട്ടത്തേക്ക് ഇവരുടെ നികത്തി വന്ന് അങ്ങോട്ട് വരും. വേണ്ട, ഇവരിപ്പോൾ ഈ നികത്തി വന്നിട്ട് കൃഷിയെല്ലാം നടത്തി വന്നു തുടങ്ങി. അതാണ് ഇവിടെയൊക്കെ കൃഷി ചെയ്തു തുടങ്ങി. ഇവിടെ കടൽ നികത്തിയ പ്രദേശങ്ങളാണ് ഇതിലെ ഒരുപാട് ഭാഗങ്ങൾ. എന്തായിരുന്നാലും നമുക്ക് ഈ ബഹ്റൈനിൽ വന്നവർ കുറച്ച് കഴിയുമ്പോൾ എന്താണ് ബഹ്റൈൻ, അതേപോലെ എനിക്ക് തോന്നുന്നു വേറെ ഖത്തറുമായിട്ട് വേറെ ഏതൊരു പാലം ഇവർ നിർമ്മിക്കുന്നുണ്ട്. ഖത്തറുമായിട്ട് അതിർത്തി പങ്കിടാനായിട്ട് കടൽ മാർഗം ഒരു കടൽപ്പാലം, കടലിൽ കൂടെയുള്ള ഒരു കടൽപ്പാലം അവർ നിർമ്മിക്കുന്നുണ്ടെന്നറിഞ്ഞു. കാരണം ഇതെല്ലാം കടൽ നികത്തിയ പ്രദേശങ്ങളാണ്. അപ്പോൾ മരങ്ങളെല്ലാം വെച്ച് പിടിപ്പിച്ചു, കൃഷിയെല്ലാം തുടങ്ങി. വളരെ മനോഹരമായ പ്രദേശമാണ്. ബഹ്റൈനിൽ കൂടുതൽ ഈ ടൂറിസം മേഖലയെല്ലാം നല്ല രീതിയിൽ, ദുബായെ പോലെ തന്നെ ചെറിയ രാജ്യമാണെങ്കിലും ഒരു ദ്വീപ് പോലെ കിടക്കുന്നെങ്കിലും ഇവിടെ ടൂറിസം മേഖല വളരെ വികസിച്ച് വന്നുകൊണ്ടിരിക്കുന്നു. ആളുകളെല്ലാം ഇവിടെ വന്ന് 1-2 ദിവസം 3 ദിവസമെല്ലാം ചുറ്റിക്കറങ്ങി പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. കണ്ടോ, ഇവിടെയെല്ലാം നികത്തിയതാണ് കടൽ. കണ്ടോ, ഇനി നികത്താനായിട്ട് എനിക്ക് തോന്നുന്നു വേണ്ട, ഇവിടെയെല്ലാം കടൽ ഇങ്ങനെ കിടക്കും. ഇതെല്ലാം കുറേശ്ശെ അവർ നികത്തി കണ്ട, അവിടെയെല്ലാം കണ്ടോ മണ്ണിട്ട് നികത്തിയേ. കണ്ട, ഒരുപാട് സ്ഥലങ്ങൾ അവർ മണ്ണ് വീണ് സ്ഥലം. അവിടെയെല്ലാം പറഞ്ഞില്ലേ, പല ഭാഗങ്ങളിലും ഇവർ കടൽ നികത്തി വന്നിരിക്കുകയാണ്. ഭയങ്കരമായ ബിൽഡിങ്ങാണ് പറയുന്നത്. അതെ അതെ. എനിക്ക് തോന്നുന്നു ഇവരെ പാലം കൂടുതലാണ് കേട്ടോ. അവരെക്കാൾ കൂടുതൽ പാലം അവർക്കുണ്ട് ഏരിയ. അതുകൊണ്ട്
അതെല്ലാം ഒരു ദ്വീപ് പോലെ പല ഭാഗങ്ങളിലും നികത്തി വന്നിട്ടുള്ള ഒരു ദ്വീപ് പോലെയുള്ള പ്രദേശം. ഇതാണ്ട് ഇത് തന്നെ കണ്ടില്ലേ, ദ്വീപ് പോലെയാണ്. അതാണ്ട് ഇവിടെ തന്നെ കിടക്കുന്ന കടലിൻ്റെ നടുക്ക് ദ്വീപ് പോലെ നികത്തി വന്നിരുന്ന സ്ഥലമാണ് ഈ റിസോർട്ടെല്ലാം പണിതിരിക്കുന്നത്. അതേപോലെ ഒരുപാട് സ്ഥലത്ത് റിസോർട്ട് പോലെ ഇവർ നികത്തി വന്നിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്ത് ദ്വീപ് പോലെ ഒരു റിസോർട്ട് പോലെ ബഹ്റൈനിൻ്റെ പല ഭാഗത്തും ഈ കടലിനോട് ചേർന്നിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ സൗദി അറേബ്യയിൽ അങ്ങനെ നികത്തിയൊന്നും വന്നിട്ടില്ല. പിന്നെ അവർക്ക് ആവശ്യമുള്ള സ്ഥലമുണ്ട് സൗദി അറേബ്യയിലെ, സ്ഥലത്തിന് പഞ്ചമില്ലല്ലോ, ആവശ്യമുള്ള ഉണ്ട്. ഇത് ഇവിടെ കണ്ടില്ലേ, ഇവിടെയെല്ലാം ഒരുപാട് ഭാഗങ്ങളിൽ നികത്തിയിട്ടുണ്ട്, നികത്തിയിരിക്കുന്നു. അവിടെയല്ല, ഞാൻ കണ്ടു, അവിടെയൊക്കെ പല ഭാഗങ്ങളിലും ഇവർ നികത്തിയിട്ടുണ്ട്. നല്ല രസകരമായിട്ടാണ് അവർ ഈ നികത്തിയ ഭാഗത്തെല്ലാം ഇവർ റിസോർട്ടുകളെല്ലാം ചെയ്ത്. അവിടെ ആ ഭാഗത്തുണ്ടല്ലേ നല്ല അടിപൊളി റിസോർട്ടുകളാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ തന്നെ നോക്കി, ഇവിടെയെല്ലാം വളരെ മനോഹരമായിട്ടാണ് റിസോർട്ടുകൾക്ക് വേണ്ടി സ്ഥലവും ഫാം ഹൗസുകളെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. ബഹ്റൈൻ്റെ സിറ്റിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മൾ കടൽപ്പാലമെല്ലാം കഴിഞ്ഞ് നമ്മൾ ബഹ്റൈൻ്റെ സിറ്റിയിലേക്ക് പോകുന്ന ഭാഗമാണിത്. മനാമയിലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അടിപൊളിയായിട്ട് അങ്ങനെ ബഹ്റൈൻ്റെ കൊള്ളാം. ബഹ്റൈൻ്റെ ചെറിയ രാജ്യമാണെങ്കിലും ഉള്ളത് അവർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അല്ലേ. സൂപ്പർ ബിൽഡിങ്ങുകളെല്ലാം അത്യാവശ്യം മനോഹരമായി ചെയ്യാൻ കാര്യം എന്ന് പറഞ്ഞാൽ കൂടുതൽ ടൂറിസ്റ്റുകളെ ഇങ്ങോട്ടത്തേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടി അവരതിൻ്റെതായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്.